പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ ആണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ദേവൂട്ടൻ പറഞ്ഞു എന്നെയും കൂടെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പം നമുക്കിന്ന് കുറച്ച് എല്ലാം കൂടെ കൂടിയുള്ളൊരു മീൻ കിട്ടിയ ചെമ്മീനുണ്ട്, ഒഴുവലുണ്ട്, പിന്നെ കുറിച്ചിയോ അങ്ങനെ എന്തൊക്കെയോ കുറേ മീനുകളുണ്ട്. അത് നമുക്കൊന്ന് കറി വെച്ചെടുക്കണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. വിച്ചൂട്ടനും എഴുന്നേറ്റ് വന്നു പാലൊക്കെ കുടിക്കുന്നു. അപ്പോൾ നമ്മൾ മീൻ കറിക്കുള്ള തേങ്ങായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് അത് ചട്ടിയിലാക്കി ഒന്ന് ചാറൊക്കെ ആക്കി ഉപ്പും പുളിയും ഇട്ട്, പിന്നെ നമ്മളിന്ന് മീൻ കറി വെക്കുന്നത് കോവയ്ക്കയും കൂടി ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ കോവയ്ക്കയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ ചട്ടിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്ലെയിമൊക്കെ ഓണാക്കി ചാറൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക തന്നെ ഇങ്ങനെ ചാറ് വെച്ചിട്ടുണ്ട്, മീനിൻ്റെ കൂടെ ഇട്ടിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈമാണേ. അപ്പോൾ ഇതെല്ലാം തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേനും മീനും ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി പിന്നെ അടച്ച് വെച്ച് വേവിക്കുക. ആ സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളെല്ലാം എത്തി വെക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, തേങ്ങായും ആയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വേകുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് കടുകൊക്കെ പൊട്ടിച്ച് മീനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ്. രാവിലെ എഴുന്നേറ്റപ്പം മഴയൊന്നുമില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ കുറച്ച് സമയത്തേന്. നല്ല മഴയായതുകൊണ്ട് തന്നെ വിച്ചൂട്ടനും ദേവൂട്ടനും എഴുന്നേക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാതെ രണ്ടുപേരും എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ് അപ്പോൾ തന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പൊയ്ക്കോളും. പല്ലൊക്കെ തേച്ചു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു, കുളിച്ചു. അങ്ങനെ പിന്നെ അവരെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനും കുറേ സമയം മാറും. അമ്മ അപ്പോഴത്തേന് നേരത്തേനത് അച്ചിങ്ങ മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. ഇനി പിള്ളേരെ വിട്ടതിന് ശേഷം എനിക്ക് വന്നിട്ട് മുട്ടക്കറി റെഡിയാക്കണം. മുട്ടക്കറിയും കൂടിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം എല്ലാവരുടെ ഫുഡിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റാണ് കേട്ടോ. കുറച്ച് സമയം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തക്കാളിക്കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ അത് വേകുന്ന ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടുകയും അതിൻ്റെ അരപ്പ് റെഡിയാക്കുകയൊക്കെ ചെയ്യാം. നല്ല എളുപ്പമുള്ള കറിയല്ലേ ഇത്. അരിഞ്ഞ് അങ്ങ് വേഗം വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളുമൊക്കെ കഴിയും. അങ്ങനെ അരപ്പും എല്ലാം റെഡിയാക്കി വരുമ്പോൾ ഇതും വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഇനിയിപ്പോൾ ഹൈപ്പും ഉണ്ട് കേട്ടോ, അതോടെ ചെയ്തേക്കണം. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.